നങ്കൂരമറ്റ നരകവ്യഥകൾ തൻ നെഞ്ചിടിപ്പും കെട്ടുപോയ നിമിഷങ്ങൾ, നിലയറ്റ സഹനങ്ങൾ, നീറുമേകാകിതകൾ, നീളെ നിശ്വാസങ്ങൾ, തീർത്തൊരാ രാത്രികൾ, ദലമർമരങ്ങളും കിളികളുടെ പാട്ടും കിനാക്കളും ഒഴിഞ്ഞെത്രയെത്രയോ കാതങ്ങൾ, നോവിന്റെ രുദ്രശ്രുതികൾ ഇഴയുന്ന പ്രാണനിൽ പാപസമുദ്രം കയർക്കുന്നു. അറിയുവാൻ ആർക്കുമാകാത്തതാം ഉണ്മയെ തിരയുകയായിരുന്നു ഞാൻ. നിരന്തരം നിലവിളിക്കുന്ന പുരാണങ്ങളിൽ പോലും ഉയിരെടുക്കുന്നതല്ല എന്റെ സത്യം സ്ഥിരം. വരികാത്മമിത്രമേ, കുതറുന്നിതൻ ക്ഷീണഹൃത്തി തിന്നെങ്കിലും പകരുവാനാകാതെ വയ്യെനിക്ക് മൗനമിഴയും കുഴഞ്ഞ വെളിച്ചങ്ങളിൽ എന്നെ കരുതുവാൻ കൈകളിൽ ഒന്നുമില്ലൻ പുരാസ്മൃതികൾ കലമ്പുന്നു നിന്റെ വിഭ്രാന്തികൾ. മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് ഡസ്റ്റോവ്സ്കിയുടെ പ്രസക്തി എന്താണ് എന്നാണ് അങ്ങ് നിരീക്ഷിക്കുന്നത്? വിശ്വസാഹിത്യത്തിൽ നിന്ന് ഒരു പരമപ്രധാനമായ നോവൽ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു വരുന്നത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണ്. കവിയും ദാർശനികനുമായിരുന്ന നാലപ്പാട്ട് നാരായണ മേനോനാണ് അന്ന് ഈ സാഹസത്തിന് തയ്യാറായത്. ഈ വർഷം പാവങ്ങളുടെ 100-ാം വർഷമാണ്. മലയാളത്തിലും അത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഈ പാവങ്ങൾ മലയാള സാഹിത്യത്തെ വല്ലാതെ സ്വാധീനിക്കുകയും പലതരം സാഹിത്യ പ്രസ്ഥാനങ്ങൾ അതിനകത്ത് ആവിർഭവിക്കുകയും, ഓടയിൽ നിന്ന് തോട്ടിയുടെ മകൻ, അങ്ങനെ പല കൃതികളും മലയാളത്തിലുണ്ടാവുകയും ബഷീറിനെ പോലെയൊക്കെയുള്ള ഒരു വലിയ സാഹിത്യകാരൻ പ്രത്യക്ഷപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോസ്റ്റോവ്സ്കിയുടെ ഒരു കൃതി ആദ്യമായിട്ട് മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കുറ്റവും ശിക്ഷയുമാണ്. ഇടപ്പള്ളിക്കാരൻ അയറവനാണ് അത് തർജ്ജമ ചെയ്തത്. ഡോസ്റ്റോവ്സ്കിയുടെ സ്വാധീനം മലയാളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ നാമമാത്രമായിട്ട് കാണുന്നുള്ളൂ. എല്ലാ കാലത്തും ദസ്തയേവ്സ്കി മലയാളത്തിൽ വായനക്കാരുണ്ടായിരുന്നു. ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും അതിന്നും അങ്ങനെ തുടരുന്നു. ദസ്തയേവ്സ്കി പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ആന്തര സമസ്യകളെക്കുറിച്ചാണ്. ബാഹ്യപരിസരങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വർണ്ണിക്കുന്നുള്ളൂ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭൗതികതയിലൂന്നിയ ഒരു ജീവിതമാണ് മിക്കവാറും നയിക്കുന്നത്. അതുകൊണ്ടാവാം ആത്മാവിനെ കുറിച്ചുള്ള ഭാഷണങ്ങളിലേക്ക് കാര്യമായ ശ്രദ്ധയൊന്നും വായനക്കാരുടെ പതിയാത്തത്. ഈ പതിയൊന്നുണ്ടെങ്കിൽ തന്നെ വളരെ തൊലിപ്പുറമെയുള്ള ഒരു സഞ്ചാരം മാത്രമേ നടക്കുന്നുള്ളൂ. ആത്മാഗാധതകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വായനക്കാരന് ദസ്തയേവ്സ്കിയെ ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ദസ്തയേവ്സ്കിയുടെ പ്രസക്തി അവസാനിക്കാത്തതും. കാരണം ആത്മബോധത്തിലാണല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നത്. ദസ്തയേവ്സ്കിയുടെ കൃതികളെ വിവർത്തനം ചെയ്ത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ആ മേഖലയിൽ അങ്ങ് ചെയ്തിട്ടുള്ളത്? മാത്രമല്ല, ഇനി സാഹിത്യ മേഖലയിൽ അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇതുവരെ ചെയ്തു പൂർത്തിയാക്കിയ കാര്യങ്ങളെ കുറിച്ച് അങ്ങയുടെ നിരീക്ഷണവും നമ്മുടെ യാരലവയുടെ വായനക്കാർക്ക്, പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ദസ്തയേവ്സ്കിയുടെ 19ഓളം കൃതികൾ ഭാഷാന്തരം ചെയ്ത് കൂടാതെ ദസ്തയേവ്സ്കിയെ കുറിച്ച് 1-2 പഠനങ്ങൾ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. പുസ്തകരൂപത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ദസ്തയേവ്സ്കിയുടെ പ്രണയ ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, ദസ്തയേവ്സ്കിയുടെ പ്രണയ ജീവിതം. മറ്റൊന്ന്, അറിയപ്പെടാത്ത ദസ്തയേവ്സ്കി. ഇതിനു പുറമെ ദസ്തയേവ്സ്കിയുടെ കലയും ജീവിതവും ആധാരമാക്കി റഷ്യൻ ക്രിസ്തു എന്നൊരു ചെറിയ നോവലും എഴുതിയിട്ടുണ്ട്. ദസ്തയേവ്സ്കിയുടെ കൃതികൾ തർജ്ജമ ചെയ്തതിന്റെ പേരിൽ 2021 റഷ്യയിൽ നിന്ന് യെസനിൻ എന്ന റഷ്യയിലെ ചെങ്ങമ്പഴ പോലെയുള്ള ഒരു കവി, റഷ്യൻ മഹാകവിയായിട്ടുള്ള യെസനിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള യെസനിൻ അവാർഡ് ദസ്തയേവ്സ്കിയുടെ 200-ാം ജന്മവാർഷികത്തിൽ എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. ഇതുവരെയുള്ള ദസ്തയേവ്സ്കിയൻ പ്രവർത്തനങ്ങൾക്കുള്ള യുക്തമായൊരു അംഗീകാരമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്, ചെയ്തു കഴിഞ്ഞു, ഇഡിയറ്റ് എന്നുള്ള നോവലിനെ ആധാരമാക്കി ഇഡിയറ്റ് മനപ്പോരാട്ടങ്ങളുടെ സൗന്ദര്യശാസ്ത്രം എന്നൊരു പഠന ഗ്രന്ഥം ഇറക്കുന്നുണ്ട്. ലോഗോസ് ബുക്സ് ആണ് അത് പുറത്തിറക്കുന്നത്.
ഇതുവരെയുള്ള സാഹിത്യ മേഖലയിലെ അങ്ങയുടെ കടന്നുപോക്കിനെ കുറിച്ചുള്ള അങ്ങയുടെ ഒരു നിരീക്ഷണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ആദ്യം കവിത എഴുതി മാതൃഭൂമി ബാലഭക്തിയിൽ പ്രസിദ്ധീകരിച്ചു. ഒരു 81 ആയപ്പോഴാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ കൂടെ മാതൃഭൂമി ആഴ്ചപ്പതിൽ എൻ്റെ കവിത പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നത്. 82 ഞാൻ ആദ്യത്തെ കവിതാ സമാഹാരം ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചിട്ട് ആദ്യ രൂപങ്ങൾ എന്ന് പറഞ്ഞ കൃതി പ്രകാശനം ചെയ്തു. അയ്യപ്പൻ ബാലേന്ദ്ര ചുള്ളിക്കാട്ടിനെ നൽകിക്കൊണ്ടാണ് അത് പ്രകാശനം ചെയ്തത്. പിന്നീട് മലയാളത്തിലേക്ക് എൻ്റെ സംഭാവനയായിട്ട് 35-40 കൃതികൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 19ാം നൂറ്റാണ്ടിലെ റഷ്യൻ സാഹിത്യത്തെ ആധാരമാക്കിയുള്ള കൃതികളാണ്. ദൊസ്തോവ്സ്കി, ടോൾസ്റ്റോയ്, ചെക്കോവ്, സോഫിയ ടോൾസ്റ്റോയുടെ ഭാര്യയാണ്. അവർ 2 നോവൽ എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണം ആരുടെ കുറ്റം എന്ന പേരിലുള്ളതാണ്. അത് അന്ന എന്നുള്ള പേരിലാണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത്. ചെക്കോവിൻ്റെ അനേകം കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സുവർണ കഥകൾ ഗ്രീൻ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചുള്ളത്. പിന്നെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ അല്പം സംഗ്രഹിതമാക്കി DC ബുക്സിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിപ്പോഴും പ്രിന്റിലുണ്ട്. ഇന്ത്യൻ മിഷനുകളെ കുറിച്ച് 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലല്ലേശ്വരി മുതൽ മഹാരാഷ്ട്ര സെയിന്റ് ആയിട്ടുള്ള ജ്ഞാനേശ്വറിന്റെ അമൃതാനുഭവം എന്ന് പറഞ്ഞ കൃതി, രമണ മഹർഷിയുടെ വചനങ്ങൾ, ചൈനീസ് തത്വചിന്തയുടെ കുറച്ച് മേഖലകൾ, അങ്ങനെ ആ റൂട്ടിൽ കുറച്ച് പുസ്തകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ നിഗൂഢാത്മവാദപരമായിട്ടുള്ള ഒരു വാസന എൻ്റെ രക്തത്തിലുള്ളതുകൊണ്ട് അതിലേക്കുള്ള സഞ്ചാരമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അത് വളരെ അക്കാലത്ത് നമുക്ക് അത്ര സൂക്ഷ്മമായിട്ട് അറിയില്ലായിരുന്നെങ്കിലും അത് തന്നെയായിരുന്നു എൻ്റെ പ്രേരക ശക്തി എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജ്ഞാനേശ്വരനെ പോലെ, ലല്ലേശ്വരിയെ പോലെയുള്ളവരുടെ കൃതികൾ, അമൃതാനുഭവം ആദ്യമായിട്ടാണ് മലയാളത്തിൽ തർജ്ജമപ്പെടുന്നത്. ഒരു 10-20 വർഷം മുമ്പ് DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. ലല്ലേശ്വരിയുടെ 13ാം നൂറ്റാണ്ടിലെ വചനങ്ങൾ, കവിതകൾ ഒരു 15 വർഷം മുമ്പ് ഇറക്കിയിട്ടുണ്ട്. ആ കൃതിയുടെ ഒരു 2ാം പതിപ്പ് കുറെ അധികം കവിതകളോട് ചേർത്തിട്ട് ഉടനെ തന്നെ റെഡ് ചെറി എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരു ചെറിയ പ്രസാധക സംഘം പുറത്തിറക്കുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിന് ഒരു പുതിയ വ്യാഖ്യാനം എഴുതാൻ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നുള്ള ഡ്രൈവ് വരികയാണെങ്കിൽ എഴുതണമെന്നുണ്ട്. അത്യാവശ്യം മലയാള സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ അങ്ങ് പുതിയ പുതിയ കാര്യങ്ങൾ വായനക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങ് ആഗ്രഹിക്കുന്ന പോലുള്ള സാഹിത്യ സംഭാവനകൾ ഇനിയും മലയാള സാഹിത്യത്തിന് ലഭിക്കട്ടെ. അതിന് ഏറെയുടെ പ്രേക്ഷകർ ആശംസിക്കുന്നു. ഇത്തരമൊരു അഭിമുഖത്തിന് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. ആത്മമിത്രം. വരികാത്മമിത്രമേ, ഇരുൾ വ്രണം പൂത്തൊരൻ ഹൃദയാന്തരത്തിൽ ഇന്നിനിയും ഇടമുണ്ടിളവേൽക്കാം. എത്ര നാം പിന്നിട്ടു പോന്നു വിയോഗങ്ങൾ, തിക്തമധ്യാഹ്നങ്ങൾ, എത്ര സന്ധ്യകൾ, എത്ര വിനാശഭരിതമാം ക്ഷോഭങ്ങൾ, എത്രയടക്കിപ്പിടിച്ചുള്ള ഭ്രാന്തികൾ, നങ്കൂരമറ്റ നരകവ്യഥകൾ തൻ നെഞ്ചിടിപ്പും കെട്ടുപോയ നിമിഷങ്ങൾ, നിലയറ്റ സഹനങ്ങൾ, നീറുമേകാഹിതകൾ, നീളെ നിശ്വാസങ്ങൾ, തീർത്തൊരാ രാത്രികൾ, ദലമർമരങ്ങളും കിളികളുടെ പാട്ടും കിനാക്കളും ഒഴിഞ്ഞെത്രയെത്രയോ കാതങ്ങൾ, നോവിന്റെ രുദ്രശ്രുതികൾ ഇഴയുന്ന പ്രാണനിൽ പാപസമുദ്രം കയർക്കുന്നു. അറിയുവാൻ ആർക്കുമാകാത്തതാം ഉണ്മയെ തിരയുകയായിരുന്നു ഞാൻ. നിരന്തരം നിലവിളിക്കുന്ന പുരാണങ്ങളിൽ പോലും ഉയിരെടുക്കുന്നതല്ല എന്റെ സത്യം സ്ഥിരം. വരികാത്മമിത്രമേ, കുതറുന്നിതൻ ക്ഷീണഹൃത്തി തിന്നെങ്കിലും പകരുവാനാകാതെ വയ്യെനിക്ക് മൗനമിഴയും കുഴഞ്ഞ വെളിച്ചങ്ങളിൽ എന്നെ കരുതുവാൻ കൈകളിൽ ഒന്നുമില്ലൻ. പുരാസ്മൃതികൾ കലമ്പുന്നു നിന്റെ വിഭ്രാന്തികൾ. എന്തോ കുടുങ്ങുന്നതുണ്ടെന്റെ തൊണ്ടയിൽ, ചിരകാല സംയതമാമൊരു നീറ്റലാം. നിൻ ദൗഷ്ട്യ നഖമുനകൾ വീഴ്ത്തിയ പാടുകൾ, നിന്റെ ക്രൗര്യങ്ങൾ ദംശിച്ച കനവുകൾ,
നിന്റെ രഹസ്യം ഗനിയുന്ന കണ്ണുകൾ എല്ലാം എനിക്കെത്രയോ പ്രിയപ്പെട്ടവ. മൃദുല മനോഹരം നിൻമുഖം ഇപ്പോഴും ഇതെഴുതാനിരിക്കുമ്പോഴും ഹൃദയാർജകം വിളറും നെരിപ്പോടിനുന്മത്ത ഭാഷണം ശരിയായി നുകരുന്നതുണ്ടെൻ അന്തരാഗ്നികൾ. വിരിയുവാനിനിയുമുണ്ടെത്രയോ പൂക്കൾ നിൻ ഹൃദയ നികുഞ്ചത്തിൽ, ഞാൻ അതും പങ്കിടും. ഓപാല. പകലുകൾ വീണ്ടും ഭണം വിടർത്തുന്നു, തെരുവിലൂടുച്ച വിയർത്തു നീളുന്നു. വരണ്ട മണ്ണിന്റെ പുകയും നിർവൃതി, നിറവേറാത്തതാമൊരു കിനാവിന്റെ അരുണജ്വാലയും ഇരുട്ടും ജീവനിൽ ചതഞ്ഞ രോഷവും പിളർന്നൊരാത്മാവിൻ ഖനിയിൽ നിന്നിതാ കൊല വിളിക്കുന്നു. ജനിക്കും മുൻപെങ്ങോ കളഞ്ഞുപോയൊരൻ വിധി അബോധത്തിൽ നീറിയുറയും സംഗീതം. നിറഞ്ഞ പാപങ്ങൾ, വിഷനീലം പൂണ്ടു തണുത്ത ഖേദങ്ങൾ, ചുടുന്ന സൗഹൃദം, ലഹരിയിൽ പൂത്തുകുഴഞ്ഞ സന്ധ്യകൾ. ഹതാശരായി കത്തും പകലുകൾ വഴി ഇഴഞ്ഞുകേറുന്ന കൊടിയ രാവുകൾ, വനപഥം പോലെ അനാഥമായി തേഞ്ഞുകുറുകും സ്വപ്നങ്ങൾ. ചിതറിപ്പോകുന്ന മറവികൾ, കണ്ണിൽ തരിക്കും ഓർമ്മകൾ, ദഹിക്കും ആത്മാവിൻ ശിഥിലമം ചിരി, കരയുവാൻ വയ്യ. അടിയിലായേതോ നിലവിളികളും കൊടും ചിറകടിച്ചലറും ഗൃദ്ധവും. ഇനിയുമെത്രയോ പകലിരവുകൾ, ഇനിയുമെത്രയോ പകലിരവുകൾ. കരിഞ്ഞ ഭൂതത്തിലെവിടെയോ ബാല്യമുറങ്ങും തീരത്തിൽ ഒരു ഭൂപാളത്തിൻ ലയം പൊലിയുന്നു. അകക്കണ്ണിൽ നോവു പടർന്നെരിയുന്നു. ഒടുവിൽ ജീവന്റെ തരളമം തിരിയണഞ്ഞേ പോകുന്നു. സമയമാവിനി പിടഞ്ഞേ കാഴുന്നു. മരണം സാന്ത്വനജലം തളിക്കുന്നു. ഞാനേ കെടുന്നു.